2 മണിക്കൂറായിട്ട് ഞാൻ അതന്നെയാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതന്നെയാണ് അവൻ നിങ്ങളോട് പറഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 100 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ 50ാമത്തെ ദിവസമാണെന്ന്. നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ എല്ലാ വീഡിയോസുകളും 1 മുതൽ 50 വരെ തുടർച്ചയായിട്ട് കണ്ടൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഇംഗ്ലീഷ് ലെവൽ തീർച്ചയായിട്ടും മാറിയിരിക്കും. ഇനി 50 മുതൽ അങ്ങോട്ടുള്ള ഓരോ വീഡിയോകളും വളരെ പ്രധാനപ്പെട്ട വീഡിയോസുകളാണ്. അപ്പം അതുകൊണ്ട് ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ നിങ്ങൾ കാണണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അതന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചു തന്നത്. ഇതുപോലെ അതന്നെയാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? ദാറ്റ്സ് വാട്ട്. എന്താണ് ദാറ്റ്സ് വാട്ട്? ദാറ്റ്സ് വാട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അല്ലെങ്കിൽ അതന്നെയാണ്, അല്ലെങ്കിൽ അതന്നെയാണല്ലോ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് തുടങ്ങാം. ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് അതന്നെയാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ദാറ്റ്സ് വാട്ട്. ആദ്യം ദാറ്റ്സ് വാട്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെങ്കിലും നമ്മൾ ഈസ് എം ആർ പ്ലസ് ING ഫോം, അല്ലേ? ഈസ് എം ആർ പ്ലസ് ING ഫോം. അപ്പോൾ ദാറ്റ്സ് വാട്ട് ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ട് ഐ, അല്ലേ? അതിൻ്റെ കൂടെ എം, ഐ ആം ടെല്ലിങ് യു. അതന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ആം ടെല്ലിങ് യു. ഇനി അടുത്താണ്, അത് തന്നെയല്ലേ അവൻ ഇന്നലെ നിനക്ക് കാണിച്ചു തന്നത്. എന്നുവെച്ചാൽ അതന്നെയല്ലേ അവൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ച് തന്നത് എന്ന് പറയാം. ദാറ്റ്സ് വാട്ട്, അല്ലേ? ദാറ്റ്സ് വാട്ട് ആദ്യം എഴുതുക. ദാറ്റ്സ് വാട്ട് ഹി ഷോ. ഷോ എന്ന് പറഞ്ഞാൽ കാണിക്കുക. ഞാൻ പറയാം, ഷോ മീ, എന്നെ കാണിക്കൂ. ഷോ മീ യുവർ പെൻ. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പെൻ എന്നെ കാണിക്കൂ. ഓക്കെ, ഷോ മീ യുവർ ID കാർഡ്. ഷോ മീ യുവർ ഹോംവർക്ക് പറയാം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് വാട്ട് ആദ്യം എഴുതി. ദാറ്റ്സ് വാട്ട് അത് തന്നെയാണ് ഹി ഷോഡ് യു യെസ്റ്റർഡേ. അത് തന്നെയാണ് അവൻ നിങ്ങളെ കാണിച്ചത്. യെസ്റ്റർഡേ, അല്ലേ? അത് തന്നെയാണ് അവൻ നിങ്ങളെ ഇന്നലെ കാണിച്ച് തന്നത്. ഇനി അടുത്താണ്, അത് തന്നെയാണല്ലോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ അത് തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെ അല്ലേ, അല്ലെങ്കിൽ അത് തന്നെയാണല്ലോ എന്നൊക്കെ പറയാം. ഓക്കെ, ദാറ്റ്സ് വാട്ടിന് മലയാളത്തിൽ നമുക്ക് ഒരുപാട് രീതിയിൽ പറയാം. ഇനി അടുത്താണ്, അത് തന്നെയാണല്ലോ. ആദ്യം ദാറ്റ്സ് വാട്ട് ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആഗ്രഹം അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഹാവ് ടു, ഹാസ് ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ വോണ്ട് ടു, വോണ്ട്സ് ടു ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം? ഞാൻ എഴുതാണ് ഇവിടെ, ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു, അല്ലേ? ഹാസ് ടു, ഹാവ് ടു, വോണ്ട് ടു, വോണ്ട്സ് ടു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏതും ഉപയോഗിക്കാം. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടത് അല്ലെങ്കിൽ പറയാനുള്ളത് എന്ന് പറയാം. ഇനി അടുത്താണ്, നാലാമതാണ് എന്ത്? അതന്നെയാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് അവൾ നിനക്ക് വേണ്ടി ചെയ്തത്. എന്താണ്? അതന്നെയാണ് അല്ലെങ്കിൽ അതുതന്നെയാണ് അവൾ നിനക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ദാറ്റ്സ് വൈ, അല്ലേ? ദാറ്റ്സ് വൈ അല്ല, ദാറ്റ്സ് വാട്ട്. എന്താണ്? ദാറ്റ്സ് വാട്ട് ഷീ ഡിഡ്. സെക്കൻഡ് ഫോം, സിമ്പിൾ പാസ്റ്റ്. ദാറ്റ്സ് വാട്ട് ഷീ ഡിഡ് ഫോർ യു. നിനക്ക് വേണ്ടി, ഫോർ യു. ദാറ്റ്സ് വാട്ട് അത് തന്നെയാണ് ഷീ ഡിഡ് അവൾ ചെയ്തത്, ഫോർ യു നിനക്ക് വേണ്ടി. അപ്പോൾ എന്തായി? ദാറ്റ്സ് വാട്ട് ഷീ ഡിഡ് ഫോർ യു. ദാറ്റ്സ് വാട്ട് ഷീ ഡിഡ് ഫോർ മീ. ദാറ്റ്സ് വാട്ട് ഷീ ഡിഡ് ഫോർ ദം. ദാറ്റ്സ് വാട്ട് യു ഡിഡ് ഫോർ മീ. അത് തന്നെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തത്. ഞാൻ പറയാണ്, അത് തന്നെയാണ് അല്ലെങ്കിൽ അതന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ് ഫോർ യു. അതന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇനി അടുത്താണ്, 2 മണിക്കൂറായിട്ട് ഞാൻ നിങ്ങളോട് അതന്നെയാണ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, 2 മണിക്കൂറായിട്ട് ഞാൻ നിങ്ങളോട് അത് തന്നെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം എഴുതണം ദാറ്റ്സ് വാട്ട്. ഇതിലോ ദാറ്റ്സ് വാട്ട്. ഇനി ഇവിടെ നമുക്ക് ടൈം, അല്ലേ? 2 മണിക്കൂറായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹാസ് ബീൻ പ്ലസ് ING ഫോം. ഓക്കെ, അങ്ങനെ വരിക. ഇങ്ങനെ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ബീൻ ട്രൈങ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ബീൻ ട്രൈങ് ടു ടെൽ യു ഫോർ 2 hours. അപ്പോൾ ഞാൻ പറയാണ്, അതന്നെയാണ് ഞാൻ നിങ്ങളോട് രാവിലെ മുതൽ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പറയാം,
ദാറ്റ്സ് വാട്ട് ആദ്യം എഴുതുക. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ബീൻ ട്രൈങ് ടു ടെൽ യു സിൻസ് മോർണിംഗ്. സിൻസ് മോർണിംഗ്. ഇപ്പം ഞാൻ പറയാണ് അതന്നെയാണ് നിങ്ങൾ അവനോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ ഇന്നലെ മുതൽ പറയാം. ഇന്നലെ മുതൽ അതന്നെയാണ് നിങ്ങൾ അവനോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പറയാം ദാറ്റ്സ് വാട്ട്. എന്താണ്? ദാറ്റ്സ് വാട്ട് യു ഹാവ് ബീൻ. ദാറ്റ്സ് വാട്ട് യു ഹാവ് ബീൻ ട്രൈങ് ടു ടെൽ ഹിം സിൻസ് യെസ്റ്റർഡേ. ഇന്നലെ മുതൽ. ഓക്കെ. ഇനി അടുത്താണ് അതുതന്നെയാണ് ഞാൻ അവളോട് പറഞ്ഞത്. അവളോടും എന്നാണ്. അവളോടും ഓൾസോ അല്ലേ. എന്നുള്ളതിന് ഓൾസോ, ആസ് വെൽ, ടു ഒരുപാട് വേർഡ്സുകളുണ്ട്. അപ്പോൾ പറയാം അതന്നെയാണ് ഞാൻ അവളോടും പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ പറയാം നിങ്ങളോട് ഐ ആം ഫൈൻ, എനിക്ക് സുഖമാണ്. അപ്പോൾ നിങ്ങൾക്കോ? അപ്പോൾ നിങ്ങൾ പറയാണ് ഐ ആം ഓൾസോ ഫൈൻ അല്ലേ. ഐ ആം ഓൾസോ ഫൈൻ അല്ലെങ്കിൽ ഐ ആം ഓൾസോ ഗുഡ്. ഞാൻ പറയാണ് ഐ ആം ഓൾസോ ഫൈൻ. അപ്പോൾ ഇവിടെ ഓൾസോ വേർഡ് ഒഴിവാക്കിയിട്ട് അതിന് പകരം നമുക്ക് ആസ് വെൽ ചേർക്കുകയാണെങ്കിൽ അതൊന്നുകൂടി നന്നായിരിക്കും. പക്ഷേ ആസ് വെൽ ചേർക്കുമ്പോൾ ഇവിടെ ചേർക്കരുത്. സെൻറ്റൻസ് ലാസ്റ്റ് ആയിരിക്കും ചേർക്കേണ്ടത്. എപ്പോഴും സെൻറ്റൻസ് ലാസ്റ്റ് ആയിരിക്കും ചേർക്കേണ്ടത്. ഐ ആം ഓൾസോ ഫൈൻ എന്ന് പറഞ്ഞാൽ എനിക്കും സുഖമാണ്. അപ്പോൾ എനിക്കും എന്നുള്ള ശബ്ദത്തിന് അല്ലേ, വേർഡിന് നമ്മൾ ഓൾസോ ഉപയോഗിക്കാതെ ആസ് വെൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ലെവൽ ഒന്നും കൂടി ബെറ്റർ ആവും. അതുകൊണ്ട് ആസ് വെൽ ഉപയോഗിക്കുക. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്, അത് മറക്കരുത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഐ ആം ഫൈൻ ആസ് വെൽ. ഐ ആം ഓൾസോ ഫൈൻ. ഓൾസോ ഇവിടെയാണ് വരിക, പക്ഷേ ആസ് വെൽ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ്. ഐ ആം ഫൈൻ ആസ് വെൽ. ഇനി ഇവിടെ പറയാം അതുതന്നെയാണ് ഞാൻ അവളോടും പറഞ്ഞത് അല്ലേ. ദാറ്റ്സ് വാട്ട്. ആദ്യം ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് ഹെർ ആസ് വെൽ. ഇങ്ങനെയും എന്താ ഓൾസോ ഇങ്ങനെ ദാറ്റ്സ് വാട്ട് ഐ ഓൾസോ ടോൾഡ് ഹെർ. ഓൾസോ എഴുതാതെ ആസ് വെൽ പറഞ്ഞ് ഒക്കെ ശ്രമിക്കുക. ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് ഹെർ ആസ് വെൽ. അതുതന്നെയാണ് അവളോട് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ. ഇനി ഇവിടെ ആസ് വെൽ ഇല്ല എന്നുണ്ടെങ്കിലോ അപ്പോൾ എന്തായി? അർത്ഥം എന്തായി? മീനിങ് ആയി ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് ഹെർ. അതന്നെയാണ് ഞാൻ അവളോട് പറഞ്ഞത്. ആസ് വെൽ അതന്നെയാണ് അവളോടും ഞാൻ പറയുന്നതായി. ഇനി അടുത്തത് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഇനി അടുത്താണ് അതന്നെയാണ് അല്ലെങ്കിൽ അതുതന്നെയാണ് അവൻ എന്നോടും പറഞ്ഞത്. അതന്നെയാണ് അവൻ എന്നോടും പറഞ്ഞത്. നമുക്കറിയാം ആദ്യം ദാറ്റ്സ് വാട്ട് അല്ലേ. ദാറ്റ്സ് വാട്ട് അവൻ. ദാറ്റ്സ് വാട്ട് ഹീ ടോൾഡ് മീ ആസ് വെൽ എന്നാണ്. ആസ് വെൽ ചേർക്കുമ്പോൾ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ചേർക്കണം ആസ് വെൽ. ഇനി ആസ് വെല്ലിന് പകരം നിങ്ങൾക്ക് സിമ്പിളായി തോന്നുന്നത് ഓൾസോ ആണെങ്കിൽ ഇങ്ങനെ ചേർക്കുക ദാറ്റ്സ് വാട്ട് ഹീ ഓൾസോ. പിന്നെ ഓൾസോ ആണെങ്കിൽ ഇവിടെ വരണം. ഇവിടെ നമ്മുടെ മെയിൻ വെർബ് ഉണ്ടല്ലോ, മെയിൻ വെർബിൻ്റെ മുന്നേ വരണം. ഓക്കെ, ഹീ ഓൾസോ ടോൾഡ് മീ. രണ്ട് ഉപയോഗിക്കരുത് ഇങ്ങനെ ദാറ്റ്സ് വാട്ട് ഹീ ഓൾസോ ടോൾഡ് മീ ആസ് വെൽ. രണ്ട് ഉപയോഗിക്കരുത്, ഒന്ന് ഉപയോഗിക്കാം. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആസ് വെൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ദാറ്റ്സ് വാട്ട് ഹീ ടോൾഡ് മീ ആസ് വെൽ. ഇനി അടുത്താണ് അവളും അതന്നെയാണല്ലോ എഴുതിയത്. ഇങ്ങനെ ആദ്യം ദാറ്റ്സ് വാട്ട് ഉണ്ടോ. ദാറ്റ്സ് വാട്ട്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഷീ. അവളും ഉണ്ടോ. ഷീ റോട്ട്. ദാറ്റ്സ് വാട്ട് ഷീ റോട്ട് ആസ് വെൽ. ലാസ്റ്റ് ആസ് വെൽ ചെന്നോ ആസ് വെൽ. ഇനി അടുത്താണ് ഞങ്ങളും അതന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. പറയാം. അപ്പം ഞങ്ങളും ആദ്യം ദാറ്റ്സ് വാട്ട് ആദ്യം എഴുതുക. ദാറ്റ്സ് വാട്ട്. അപ്പം ഞങ്ങൾ വി. ദാറ്റ്സ് വാട്ട് വി ചെയ്തത്. സെക്കൻഡ് ഫോം ദാറ്റ്സ് വാട്ട് വി ഡിഡ്. അതന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഫോർ യു നിങ്ങൾക്ക് വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇത് ആസ് വെൽ.
ഉണ്ടോ? എന്തായി? ദാറ്റ്സ് വാട്ട് വി ഡിഡ് ഫോർ യു ആസ് വെൽ. ഓക്കെ, ഇനി അടുത്താണ് ലാസ്റ്റ്. അതുതന്നെയാണ് ഞാനും നിങ്ങളോട് ഇന്നലെ രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ്, വാസ് വെർ പ്ലസ് ing ഫോം, വാസ് വെർ പ്ലസ് ing ഫോം. അപ്പോൾ ആദ്യം ദാറ്റ്സ് വാട്ട്, ദാറ്റ്സ് വാട്ട്, ദാറ്റ്സ് വാട്ട് ഞാനും, ഐ വാസ് എന്നാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ വാസ് ടെല്ലിങ് യു, ഐ വാസ് ടെല്ലിങ് യു എന്നാണ് ഇന്നലെ രാവിലെ. യെസ്റ്റർഡേ മോർണിംഗ്, യെസ്റ്റർഡേ മോർണിംഗ്, യെസ്റ്റർഡേ മോർണിംഗ്. കണ്ടോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീർച്ചയായും നിങ്ങൾ നോട്ട്സ് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറയാം, യാ ദാറ്റ്സ് വാട്ട് ഐ സെഡ്, ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്, ദാറ്റ്സ് വാട്ട് ഐ റോട്ട്. ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ മൈ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഒരു 5 or 6 സെൻറ്റൻസ് എഴുതിയിട്ട് കമൻറ്റ് ബോക്സ് അയക്കുക. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. താങ്ക് യു എവരിവൺ.